അതിരൂക്ഷമായ ഒരു കടൽക്ഷോഭത്തിന് പൊന്നാനി പതിവ് പോലെ സാക്ഷ്യം വഹിക്കുകയാണ്. ഭാരതപ്പുഴ അറബിക്കടലുമായി സന്ധി ചെയ്യുന്ന പൊന്നാനി ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം മുഴുവൻ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ മറ്റ് പല പുഴകളും എത്തിച്ചേരുന്ന ഈ അറബിക്കടൽ വർഷകാലങ്ങളിൽ അതിശക്തമായി ക്ഷോഭിക്കുകയും ഈ സമ്പ്രദായം രൂപം കൊണ്ടിട്ട് കാലങ്ങളായി. ശാശ്വതമായ ഒരു പരിഹാരം താനൂർ മുതലുള്ള കടൽ ഓരം മുതൽ ചാവക്കാട് വരെ കിടക്കുന്ന പ്രദേശങ്ങളിൽ പുലിമുട്ടി കെട്ടുക എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ആരതിന് പരിശ്രമിക്കുമ്പോഴും നിലവിലെ തീരസംരക്ഷണ നിയമങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾ നിലവിലെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. അതല്ലാതെ കടലിലിടുന്ന കല്ലുകൾ എന്ന് പറയുന്നത് പോലെ കടൽ ഭിത്തികൾ കടലിലിടുന്ന കല്ലുകൾ മാത്രമായിട്ട് മാറും. നിലവിലെ നിയമപ്രകാരം ഒരു നിശ്ചിത ആഴത്തിൽ മാത്രമാണ് കടൽ ഭിത്തി നിർമ്മിക്കാൻ കഴിയുക. ആ ആഴം കൊണ്ട് അതിശക്തമായ തിരകളുള്ള അറബിക്കടൽ പോലെയുള്ള പൊന്നാനിയിലെ ഈ കടലോര പ്രദേശം പോലെയുള്ള പ്രദേശങ്ങളിൽ ഭിത്തി സംരക്ഷിക്കുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് തന്നെ കടലുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് നിലവിലെ നിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള ആലോചനകളാണ് ആദ്യം വേണ്ടത്. എല്ലാ വർഷവും 100-200 മീറ്റർ തീരം കടലെടുത്ത് കൊണ്ടുപോകുന്ന ദയനീയമായ കാഴ്ചകളാണ് പൊന്നാനിൽ കാണുന്നത്. ഈ നിലയിലാണെങ്കിൽ കടലൊരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ വരെ എത്തും. ഒരുപക്ഷെ അതിനപ്പുറത്തേക്കും പോയിക്കൂടായികയില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ആദ്യം വേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും ജനപ്രതിനിധികളും ഒരു സ്ഥലത്തിരുന്ന് നിലവിൽ എത്ര ആഴത്തിലാണ് കടൽ ഭിത്തിയുടെ ഫൗണ്ടേഷൻ, എന്താണ് ഇതിന്റെ നിയമം, ആ നിയമം പൊളിച്ചെഴുതാനും അതിനുശേഷം ടെട്രോപാഡ് ആയാലും മറ്റേത് മാതൃകയായാലും ആ മാതൃകയിൽ കടൽ ഭിത്തി കെട്ടാൻ വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കണം. അറിഞ്ഞെടുത്തോളം നിശ്ചിതമായ ഒരാഴം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലേക്ക് ഭിത്തി കെട്ടാൻ സാധ്യമല്ല. വെലങ്ങനെ കെട്ടുന്ന ഒരു ഭിത്തികളും ചെറിയ ഒഴുക്കിൽ പോലും സുരക്ഷിതമല്ല എന്ന കാര്യം നാട്ടറിവുകളുടെ ഭാഗത്തുനിന്ന്. ഒരു തോടിന്റെ മതിൽ കെട്ടുമ്പോൾ പോലും അത് ചെരിച്ചാണ് മണ്ണുകൊണ്ട് മാടുക. അതുപോലെ തന്നെ ശക്തമായി അടിക്കുന്ന തിരകളെ പ്രതിരോധിക്കാൻ ഇങ്ങനെ കെട്ടുന്ന ഈ കെട്ടുകൾക്കിടയിൽ ഒക്കെയുള്ള കടൽ ഭിത്തികൾ അവിടെ കുറെ കൂടി കടൽക്ഷോഭത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് വിഴിഞ്ഞൻ മാതൃക കൊണ്ടാണ്. വിഴിഞ്ഞൻ മാതൃക പോലെയുള്ള കാര്യങ്ങളും ഈ അറബിക്കടലുമായി ഭാരതപ്പുഴ സന്ധി ചെയ്യുന്ന ശക്തമായ കുത്തൊഴുക്കോടുകൂടി സംഭരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഡാമുകളും മറ്റും തുറന്നാൽ വരുന്ന വെള്ളങ്ങൾ മുഴുവൻ വന്നു ചേരുന്ന അറബിക്കടലിലെ ഈ അഴിമുഖം നിൽക്കുന്ന പ്രദേശം മുതൽ പുതുവനാനി വരെയുള്ള മുനമ്പം ബീവർ ജാരം വരെയുള്ള പ്രദേശങ്ങളിലെ കടൽക്ഷോഭത്തിന്റെ ശക്തിയും അതിനുശേഷം കാപ്പിരിക്കാട് അതുപോലെ തന്നെ പാലപ്പെട്ടി പുതിയിരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള കടൽക്ഷോഭത്തിന്റെ ശക്തിയും ഒക്കെ കണക്കിലെടുത്ത് വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്ത രൂപങ്ങളിലുള്ള വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കടൽഭിത്തി ആണോ പൊന്നാനിക്ക് പറ്റുക, ആ കാര്യം പഠനം നടത്തണം. കടൽഭിത്തി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ജൈവ വേലി ഉണ്ടാക്കാനുള്ള കാര്യത്തെക്കുറിച്ചും ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ടതാണ്. ആ ജൈവ വേലിയിൽ തട്ടി അതിനുശേഷമാകണം കടൽഭിത്തിയിൽ നേരിട്ട് ഈ കടൽ തിരകളുടെ ഫോഴ്സ് ശക്തി വന്നടിക്കുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടത്. സ്വാഭാവികമായും ഒരു ജൈവവേലി വരുമ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവരുടെ യാനങ്ങൾ ഇറക്കാനും അതുപോലെ തന്നെ വല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തിപ്പിടിക്കാനും ഒക്കെയുള്ള സാധ്യതകളെ കുറിച്ച് അവർ വ്യാകുലരാണ്. അതിന് പകരം ഈ കടൽ അവർക്ക് ആവശ്യമായ മത്സ്യബന്ധന യാനങ്ങൾ ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളിൽ ജൈവവേലി ഇല്ലാതെ അവിടെ അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി മറ്റു ഈ
അലകള് നമ്മുടെ കടൽ സംവിധാനം ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം. അല്ലാതെ എല്ലാ കൊല്ലവും കടലിൽ കല്ലിടുക, ഇടുന്ന കല്ല് ശക്തമായ തിരകൾ എടുത്തു കൊണ്ടുപോവുക, അതിനുശേഷം കടൽ തീരത്തുള്ള വീടുകൾ പോവുക, ആ വീട് നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ നിന്ന് മാറി കിലോമീറ്ററുകളൊക്കെ അപ്പുറത്ത് താമസിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ കിട്ടാതെ പോവുക തുടങ്ങിയ പല പ്രതിസന്ധികളാണ്. നീ ഇതൊന്ന് സംസാരിക്കുന്നതിന്റെ ഒരു 2-1.5 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഒരു പക്ഷേ പൊന്നാല ആദ്യത്തെ കടൽ തീരം. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വലിയ മാട്ടുകൾ കടലിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ മാട്ടുകൾ നെതർലൻഡ് മാതൃകയിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കടൽ സുരക്ഷാ സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുന്ന പ്രദേശമാണ് നെതർലൻഡ്. അതുകൊണ്ടാണ് നെതർലൻഡിൽ പഠിക്കാൻ പോയി എന്ന് പറയുന്നത്. പക്ഷേ നെതർലൻഡിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഈ 10 വർഷം അത് ജാസ്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് അത് ഉണ്ടായില്ല? നെതർലൻഡ് മാതൃകയാണ് ലോകത്തിലെ കടൽ സുരക്ഷയുടെ കടൽ തീര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃക. ഇവിടെ ഇഷ്ടംപോലെ മാടുകൾ ഈ കടലിലുണ്ട്. ഈ മാട് പൊട്ടിച്ച് കൊണ്ടുപോയി കടലിൽ നിക്ഷേപിക്കുകയും ആ നിക്ഷേപിച്ച് തിരകളിലൂടെ ആ മാടിന്റെ മണ്ണ് കരയിലേക്ക് അടിച്ചു കയറുകയും പിന്നീട് ഒരു പുതിയ തീരം തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സാധ്യതകളെ കുറിച്ച് പഠിക്കണം. 1-2 ദിവസം കൊണ്ടോ 1-2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടല്ല, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ചിന്തകളും സെമിനാറുകളും ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കണം. അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ നിയമപരമായ സഹായം തേടണം. നിലവിലെ ഇറിഗേഷൻ നിയമങ്ങൾ പൊളിച്ചെഴുതുക എന്നത് അവിതർക്കിതമായ ഒരു കാര്യമാണ്, അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതിനും ഇതുവരെ പരിശ്രമം ഉണ്ടായിട്ടില്ല. കാലങ്ങളായി കടലിൽ കല്ലിടുന്ന ഏർപ്പാട് കാണുന്നു. ഞാനും ഒരു 4 തവണ ജനപ്രതിനിധിയാവുകയും ഒരിക്കൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ വൈസ് ചെയർമാൻ വരെ ആയതാണ്. ഈ സമയത്തൊക്കെ ഞാൻ ഇതിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബദിരകർണങ്ങളിലാണ് ചെന്ന് പെടുന്നത്. വർഷങ്ങളായി കോടാനുകോടി രൂപ കടലിൽ ഒഴുക്കി ഇപ്പോഴും കടൽ സുരക്ഷ സാധ്യമായി, കടൽ തീരത്തിലെ സുരക്ഷ സാധ്യമായിട്ടില്ല. ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ ചർച്ചകൾ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ആളുകളും കണക്കിലെടുക്കരുത്. ഇതിലെ നാട്ടറിവുകൾ ഒരുപക്ഷെ ഉണ്ടാവില്ല. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ പലതും സംസ്ഥാന സർക്കാരിനോട് ബന്ധപ്പെട്ടവരോട് പറയാനുണ്ട്. അത് കേൾക്കാനും അത് കേട്ട് അത് ഉൾക്കൊള്ളാനും ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവും. ഈ കണ്ടൽക്കാടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവവേലിക്ക് എന്താണ് തടസ്സം? അതുപോലെ ഒറ്റ തടസ്സമുള്ളൂ, അത് മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് ഇറങ്ങാനും വല പോലെയുള്ള സാധനങ്ങൾ ഇത് കുളത്തിൽ പിടിച്ച് കേടുവരാനുള്ള സാധ്യതയാണ്. അതിന് പരിഹാരമുണ്ടാക്കി ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ ജൈവവേലി ഘട്ടം ഘട്ടമായി കെട്ടിത്തീർക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു സുരക്ഷിതമായ കടൽ ഭീഷണിയിൽ നിന്ന് പൊന്നാനിയെ പ്രതിരോധിക്കാനാവുക. അത്തരത്തിൽ ചിന്തകൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്.